കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വികസനവും ജനക്ഷേമവും മുൻനിർത്തിയുള്ള ഒരു പുതിയ സംവാദ സംസ്കാരത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കമിട്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉയർത്തിയ സംവാദ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വസ്തുതകളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് ജനങ്ങൾക്ക് മുൻപിൽ വെച്ച മുഖ്യമന്ത്രിയുടെ നീക്കം രാഷ്ട്രീയ കേരളം ഏറെ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇനി സംവാദമായാലോ എന്ന തലക്കെട്ടോടെ LDF സർക്കാരിന്റെ റിപ്പോർട്ട് കാർഡ് പുറത്തുവിട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രതികരണം കേവലം ഒരു മറുപടിയല്ല, മറിച്ച് 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി ജനസമക്ഷം അവതരിപ്പിക്കുന്ന ഒരു ഭരണാധികാരിയുടെ കടുത്ത നിലപാട് തന്നെയാണ്. സർക്കാരിനെതിരെ ഉന്നയിക്കാൻ ക്രിയാത്മക വിമർശനങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭയെ പോലെയുള്ള ഉന്നതമായ വേദികളിൽ നിന്ന് ഒളിച്ചോടിയതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുമ്പോൾ അത് കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സർക്കാരിനെ കുറ്റവിചാരണ ചെയ്യാനും ഭരണപരാജയങ്ങൾ തുറന്നു കാട്ടാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടം നിയമസഭയായിരുന്നു. എന്നാൽ അവിടെ അർത്ഥവത്തായ ചർച്ചകൾക്കോ അടിയന്തര പ്രമേയങ്ങൾക്കോ തയ്യാറാകാതെ സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം ഇപ്പോൾ തെരുവിൽ സംവാദത്തിന് മുറവിളി കൂട്ടുന്നത് വൈരുദ്ധ്യമാണ്. സഭയിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുതകൾ നിരത്തി മറുപടി നൽകാൻ സർക്കാരിന് സാധിക്കുമെന്നും ആ മറുപടികൾ താങ്ങാനുള്ള ശേഷി പ്രതിപക്ഷത്തിനില്ലാത്തത് കൊണ്ടാണ് അവർ സഭയിൽ നിന്ന് ഒളിച്ചോടിയതെന്നും മുഖ്യമന്ത്രി പരിഹസിക്കുമ്പോൾ അതിൽ വലിയൊരു സത്യമുണ്ട്. അഴിമതി ആരോപണങ്ങളോ സർക്കാരിന്റെ കൊള്ളരുതായ്മകളോ ഉണ്ടെങ്കിൽ അത് അവിശ്വാസ പ്രമേയത്തിലൂടെയോ അടിയന്തര പ്രമേയത്തിലൂടെയോ സഭയിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് അവസരമുണ്ടായിരുന്നു. എന്നാൽ നുണപ്രചരണങ്ങൾ സഭയ്ക്കുള്ളിൽ വിലപ്പോകില്ലെന്നും അവിടെ കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കുമെന്നും ബോധ്യമുള്ളത് കൊണ്ടാണ് പ്രതിപക്ഷം ആ വഴി ഉപേക്ഷിച്ചത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഒരു അടിയന്തര പ്രമേയം പോലും കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല എന്നത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്തമാണ് വെളിവാക്കുന്നത്. സംവാദത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ കേരളത്തിലെ പൊതു താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ളതാണ്. കേരളത്തിന്റെ വികസനത്തിനായി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് പ്രസക്തമാണ്. നാടിന്റെ വികസനത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടുകൾ എന്തായിരുന്നുവെന്ന് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം നിഷേധിക്കുമ്പോൾ നാടിനെ ശ്വാസം മുട്ടിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾക്കെതിരെ പ്രതിപക്ഷം ശബ്ദമുയർത്തിയോ എന്ന ചോദ്യം രാഷ്ട്രീയ പ്രസക്തിയുള്ളത് തന്നെയാണ്. കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ ഭരണപക്ഷം ഡൽഹിയിൽ സമരം ചെയ്തപ്പോൾ അതിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷത്തിന്റെ സമീപനം കേരളത്തോടുള്ള വഞ്ചനയായിരുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇത്തരം ജനകീയ വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കാൻ തയ്യാറാണെങ്കിൽ സംവാദം അർത്ഥവത്താകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം. കേരളത്തിന്റെ ആരോഗ്യം, വിദ്യാഭ്യാസ, പശ്ചാത്തല സൗകര്യം എന്നീ മേഖലകളിൽ സർക്കാർ കൈവരിച്ച കുതിച്ചുചാട്ടം ഏതൊരു സംവാദത്തിലും LDFന് മുൻതൂക്കം നൽകുന്ന ഘടകങ്ങൾ തന്നെയാണ്. കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോകം അംഗീകരിക്കുമ്പോഴും അതിനെയെല്ലാം ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ ശൈലിയെ മുഖ്യമന്ത്രി നിശിതമായി വിമർശിക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയിലും കേരളം നടപ്പിലാക്കിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ റിപ്പോർട്ട് കാർഡിലൂടെ അദ്ദേഹം ജനങ്ങൾക്ക് മുൻപിൽ വെച്ചിട്ടുണ്ട്. പ്രളയത്തെയും കോവിഡിനെയും അതിജീവിച്ച നാടിനെ പുനർനിർമ്മിച്ച LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. പ്രതിപക്ഷം ഉയർത്തുന്ന നുണകൾക്ക് ആയുസ് കുറവാണെന്നും സഭയിൽ പറഞ്ഞാൽ ഉടൻ തന്നെ മറുപടി കിട്ടുമെന്ന ഭയമാണ് അവരെ വേട്ടയാടുന്നത്. വികസന മുരടിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ പ്രതിപക്ഷത്തിന് ആവില്ല. കാരണം അക്ഷരാർത്ഥത്തിൽ ഈ നാട് കുതിക്കുകയാണ്. ഈ വികസന കുതിപ്പിനെ തടസ്സപ്പെടുത്താൻ നോക്കിയവർ ഇപ്പോൾ സംവാദത്തിന് വരുന്നത് പരിഹാസ്യമാണ്. സഭാതലത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ അതിന് കൃത്യമായ മറുപടി ലഭിക്കുമെന്നും ആ സത്യങ്ങൾ ജനങ്ങൾ അറിയുമെന്നുള്ള തിരിച്ചറിവാണ് സഭയിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിൽക്കാനുള്ള ഒരു കാരണം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ അതിനൊപ്പം നിന്ന കേരളത്തെ ശപിക്കുന്ന പ്രതിപക്ഷം നാടിന്റെ ശത്രുക്കളായി മാറുകയാണ്. നാടിന് അർഹതപ്പെട്ടത് കേന്ദ്രം നിഷേധിക്കുമ്പോൾ അതിനെതിരെ ഒരു വാക്കുപോലും ഉരിയാടാത്തവർക്ക് വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്ത് അവകാശമാണുള്ളതെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. വികസന കാര്യങ്ങളിൽ ആരോഗ്യകരമായിട്ടുള്ള സമീപനം സ്വീകരിക്കാതെ എല്ലാത്തിനെയും എതിർക്കുന്ന പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തുന്ന സംവാദ വെല്ലുവിളി കേവലം രാഷ്ട്രീയ നാടകം മാത്രമാണ്. നുണകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന മോഹം സഭയ്ക്കുള്ളിൽ നടക്കില്ലെന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് അവർ തെരുവിലെ ചർച്ചകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്. എന്നാൽ വസ്തുതകൾ നിരത്തി ഇതിനെ നേരിടാൻ LDF തയ്യാറാണെന്ന പ്രഖ്യാപനം സർക്കാരിന്റെ ആത്മവിശ്വാസത്തെയാണ് കാണിക്കുന്നത്. കേരളത്തിന്റെ വളർച്ചയിൽ പ്രതിപക്ഷം എന്ത് പങ്കുവഹിച്ചു എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ പ്രതിപക്ഷ നേതാവിനും കൂട്ടർക്കും സാധിച്ചിട്ടില്ല ഇതുവരെ.
സംവാദത്തിന് മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്ന പ്രധാന ഉപാധികൾ കേരളത്തിന്റെ താൽപര്യങ്ങൾ കേന്ദ്രം നിഷേധിക്കുമ്പോൾ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് തന്നെയാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയമാണ് UDF പിന്തുടരുന്നത്. സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളെ എതിർത്ത പ്രതിപക്ഷം ഇപ്പോൾ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാപട്യമാണ്. നിയമസഭയിൽ സർക്കാരിനെ കുറ്റവിചാരണ ചെയ്യാൻ ലഭിച്ച സുവർണ അവസരങ്ങൾ പാഴാക്കിയവർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് വെല്ലുവിളിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്. മന്ത്രിമാർ അഴിമതി നടത്തിയെന്ന് ആരോപിക്കുന്ന പ്രതിപക്ഷം എന്തുകൊണ്ട് അത് സഭയിൽ ഉന്നയിച്ചില്ല എന്ന ചോദ്യവും അവരെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ തുറന്നു കാട്ടാൻ അവിശ്വാസ പ്രമേയം എന്ന ആയുധം കയ്യിലുണ്ടായിരുന്നിട്ടും അത് പ്രയോഗിക്കാതെ സഭ വിട്ടോടിയവർക്ക് സംവാദത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള യാതൊരുവിധ ധാർമ്മിക അവകാശവുമില്ല. ചുരുക്കത്തിൽ മുഖ്യമന്ത്രി ഉയർത്തുന്ന സംവാദം വികസനത്തെയും നാടിന്റെ അതിജീവനത്തെയും കുറിച്ച് തന്നെയാണെന്ന് വിലയിരുത്തേണ്ടി വരും.